ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളൊരു സീരീസ് ആണല്ലേ, അതായത് IT ലെവൽ ഇലക്ട്രിക്കൽ PYQs ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാം ഡേറ്റ് വന്നു. അപ്പോൾ അതിന്റെ സിലബസ് വന്നു. IT ലെവലാണ് സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ IT ലെവൽ PYQസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും അല്ലെ. അപ്പോൾ IT ലെവൽ ഇഷ്ടംപോലെ എക്സാംസ് അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെതായ PYQസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യാം. നിമി ബേസ്ഡ് മെറ്റീരിയൽസും അല്ലാതെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് അവിടെ സോഴ്സസ് ഉണ്ട്, റിസോഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം ആ റിസോഴ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ വന്നിട്ടുള്ളത് 121/2021 പറഞ്ഞ കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ഇലക്ട്രീഷ്യൻ, നമ്മൾ ഓൾറെഡി 2021 ലൈൻമാൻ്റെ ഒക്കെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇത് ഇലക്ട്രീഷ്യൻ ആണ്, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഓക്കെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ നടത്തിയ എക്സാമിന്റെ ഇലക്ട്രീഷ്യൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് 2021 നടത്തിയ ഒരു എക്സാം ആണ്. ഓക്കെ, ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വൺ ബൈ വൺ ആയിട്ട് നമുക്കവിടെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, റേറ്റിംഗ് ഫാക്ടർ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് വാട്ട് ഈസ് ദ റേറ്റിംഗ് ഫാക്ടർ ഓഫ് കേബിൾ പ്രൊവൈഡ് വിത്ത് കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. എത്രയാ? 0.81 ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സോൾഡർ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അലുമിനിയം കണ്ടക്ടേഴ്സ്. അലുമിനിയം കണ്ടക്ടേഴ്സിന്റെ കേസ് നമ്മളവിടെ സ്പെഷ്യൽ സോൾഡർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്താ അതിന്റെ പേരെന്താ? കെറാലൈറ്റ് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കെറാലൈറ്റ് ആണ് നമ്മളവിടെ അലുമിനിയം കണ്ടക്ടേഴ്സിന്റെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾഡർ. ഇനി ഇപ്പം സിങ്ക് ക്ലോറൈഡ് ആണ്. സിങ്ക് ക്ലോറൈഡ് ആണെങ്കിലോ അത് ഒരു കൊറോസീവ് ഫ്ലെക്സ് ആണ് അല്ലെ. അതേപോലെ ടാലോ ടാലോ എന്തിനാ? ഫ്ലെക്സ് അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ആയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പോ അലുമിനിയം കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ കെറാലൈറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദി തേർഡ് ഷെല്ലാണ്, തേർഡ് ഷെൽ ഓഫ് ദി കോപ്പർ ആറ്റം. കോപ്പർ ആറ്റം നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് 10-30 വരെയുള്ളതിന്റെ ഇലക്ട്രോൺസ് അറ്റം നമ്പർ നിങ്ങൾ പഠിക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, മ്യൂൺ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫർ, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, സ്കാനിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് അല്ലെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പം കോപ്പർ, സിങ്ക് ഇപ്പൊ 29 വരുന്നത് അല്ലെ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29. അപ്പൊ 29 നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 2, 8, 18 അല്ലെ. അപ്പം 28 1. അപ്പൊ തേർഡ് ഷെല്ലിൽ എത്ര വരും? 18 വരും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 30 വരെ ഉള്ളതെങ്കിലും നിങ്ങൾ അവിടെ പഠിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. 29 കോപ്പർ ആറ്റം എന്ന് പറയുമ്പോൾ 29 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവര് തേർഡ് ഷെല്ലിന്റെ ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ തെറ്റരുത്. നാലാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽ ചെയ്താണ് തൽക്കാലം അവിടെ നിൽക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ലൊക്കേറ്റ് ദി ഫോൾസ് ഇൻ UG കേബിൾസ്. UG കേബിൾസിന്റെ കേസിൽ നമ്മൾ എന്ത് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ടു ലൊക്കേറ്റ് ദി ഫോൾട്ട്. ലൂപ്പ് ടെസ്റ്റുകളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാം. എന്തൊക്കെ ലൂപ്പ് ടെസ്റ്റ് ഉണ്ട്? മുറേ ലൂപ്പ് ടെസ്റ്റ് ഉണ്ട്, വാർലി ലൂപ്പ് ടെസ്റ്റ് ഉണ്ട് അല്ലെ. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്കവിടെ ഫോൾട്ട് ലൊക്കേഷൻ, അണ്ടർഗ്രൗണ്ട് കേബിൾസിന്റെ കേസിൽ ഫോൾട്ട് ലൊക്കേഷന് വേണ്ടിയിട്ട് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മളോട് റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യുക അല്ലെ. കേബിളിന്റെ കോഴ്സിലുള്ള റെസിസ്റ്റൻസ് കമ്പയർ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഡിഫൈൻസ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ഓം
പെർ ഡിഗ്രി സെന്റിഗ്രേഡ്. അതെന്താ? ടെമ്പറേച്ചർ കോഷ്യന്റ് അല്ലേ? ടെമ്പറേച്ചർ കോഷ്യന്റ് എന്ന് പറയുന്നതാണ് ചേഞ്ച് റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പോ ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RS(ρ)(a) അല്ലെ? അതേപോലെ ലോസ് ഓഫ് ടെമ്പറേച്ചർ എന്നല്ലേ നമ്മൾ അങ്ങനെ പറയാറില്ല. ജൂൾസ് ലോ എന്ന് പറഞ്ഞാലോ ഹീറ്റും കറന്റിനും ഡീലേറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ കേസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ കോസസ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ഇൻ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അതായത് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ എന്താ അവിടെ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ആണുള്ളത് അല്ലെ? ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അയൺ മൊബിലിറ്റി എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ആവുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് എന്താ റെസിസ്റ്റൻസ് അവിടെ ഡിക്രീസ് ആവുന്നതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദി ഹോട്ട് റെസിസ്റ്റൻസ് ഓഫ് 200 വാട്ട്സ് 250 വോൾട്ട് റേറ്റഡ് ലാമ്പ്. എന്താ നമുക്കറിയാം R=V²/P ആണ് അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. വി എന്ന് പറയുമ്പോൾ 250 ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 200 പോയി 25ന്റെ എത്ര? 625ആണ്. 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 625. 625/2 312.5 ഓം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. ഇത്ര വട്ടം നമുക്ക് ചെയ്യാം. 25 സോറി 280 200 0 പോയി 25 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 625ആണ്. 625/2 312.5. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണല്ലേ? കാരണം എന്താ? ഐഡിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ? 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതേപോലെ നമ്മൾ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ദ സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ്. എത്ര? സെമി കണ്ടക്ടറിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക അല്ലെ? സെമി കണ്ടക്ടേഴ്സിന് 4 വാലൻസ് ഇലക്ട്രോൺസ്. 11. വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ലോ ആൻഡ് മീഡിയം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? നിങ്ങൾക്ക് അവിടെ അറിയുന്നുണ്ടാവും ലോ റെസിസ്റ്റൻസ് അല്ലെ മീഡിയം വാല്യൂ ഹൈ അല്ലെ? അതിന് നമ്മൾ ഓരോ ഷോർട്ട് കട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കാപ്പ്, വാസോ, LMDM എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളവിടെ മെത്തേഡ്സ് നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള മെത്തേഡ്സ് നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് നമുക്കവിടെ ലോ റെസിസ്റ്റൻസ് മെഷീനായി യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ് പിന്നെ പൊട്ടൻഷ്യോമീറ്റർ ആണ് ലോ വോൾട്ടിനുള്ളത്. മീഡിയം ആകുമ്പോഴോ വി സ്റ്റോൺ ബ്രിഡ്ജ്, അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഓം മീറ്റർ അല്ലെ? അപ്പൊ ലോ മീഡിയം ആകുമ്പോൾ ഏതാ ഉള്ളത്? അമ്മീറ്റർ വോൾട്ടിമീറ്റർ ആൻഡ് അമ്മീറ്റർ മെത്തേഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താ ഇത് ഇതേപോലെ കോഡൊക്കെ ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആകുന്നുണ്ടാവും. നിങ്ങൾ അത് എപ്പോഴും എന്താ മറക്കാണ്ട് നിങ്ങൾക്ക് അത് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് പറ്റും. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ലോസ് ഓഫ് ചാർജ് ആണോ അല്ല അമ്മീറ്റർ അല്ല പൊട്ടൻഷ്യോമീറ്റർ ആണോ അങ്ങനെയൊക്കെ ഡൗട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇതേപോലെയുള്ള നിങ്ങൾ കോഡുകളാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്താ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ലോ ആകുമ്പോൾ ക്യാപ്പ്, വാസോ, LMDM അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതിയിട്ട് എന്താ അതിൽ നിന്ന് നിങ്ങൾ ക്യാൻസലിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ എന്താ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. എന്താ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ്? R is nothing but rho into L by A. Rho is nothing but R into A by L. അപ്പൊ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. അപ്പൊ ഓം മീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓം മീറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നുണ്ടാവും. ഓക്കെ, അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ ദ ആൽജിബ്രിക് സൈൻ ഓഫ്
An IR drop is primarily depend upon the സൈൻ ഓഫ് IR ഡ്രോപ്പ് അല്ലേ? അത് സ്വാഭാവികമായിട്ട് എന്താ കറന്റിന്റെ ഡയറക്ഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന രീതിയിലൊക്കെ പോകുന്നുണ്ടാവുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്? നമ്മൾ അവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ റെസിസ്റ്റൻസ് സീറോ ആണ്, ഹൈ കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക അല്ലെ? ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിലോ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് സീറോ ആണ്. അപ്പൊ കാരണം എന്താ, നമ്മുടെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പാത്ത് എന്താ അവിടെ ബ്രോക്കൺ ആയിട്ടുള്ളത്, കട്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിലേക്കൂടെ ഐഡിയൽ കേസിൽ എന്താ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ ഈക്വലന്റ് സർക്യൂട്ട് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇനി അടുത്ത വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റിലക്ടൻസ്? റിലക്ടൻസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് MMF ബൈ ഫ്ലക്സ് ആണ് അല്ലെ? റിലക്ടൻസ് എന്ന് പറയുന്നത് MMF ബൈ ഫ്ലക്സ്. അപ്പൊ MMF എന്ന് പറയുന്നത് എന്താ? ആംപിയർ ടേൺസ് ആണ്. ഫ്ലക്സിൻ്റെത് വെബർ. അപ്പൊ ആംപിയർ ടേൺസ് പെർ വെബർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ആംപിയർ ടേൺസ് പെർ വെബർ. സിമ്പിൾ കാര്യങ്ങളാണല്ലേ. വാട്ട് ഈസ് ദി കോസ് ഫോർ ചേഞ്ചിങ് ദി പെർമിയബിലിറ്റി? വാട്ട് ഈസ് ദ കോസ് ഫോർ ചേഞ്ചിങ് ദി പെർമിയബിലിറ്റി? എന്താ? ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ? നമ്മളവിടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിലൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ പെർമബിലിറ്റി, മാഗ്നറ്റൈസേഷനും ഫ്ലക്സ് ഡെൻസിറ്റിനും ബേസ് ചെയ്തിട്ട് അത് ചേഞ്ച് ആവുന്നുണ്ടാവും, വേരി ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാച്ചുറേഷനിലേക്ക് ആ ഒരു മെറ്റീരിയൽ എത്തുമ്പോൾ അല്ലെ? അപ്പൊ അവിടെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് കുറച്ചും കൂടി ബെറ്റർ ചോയ്സ്. എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് എ ഹൈ റിട്ടന്റീവ്നെസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ്? പെർമനന്റ് മാഗ്നറ്റ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ്. അതായത് ഹൈ റീറ്റന്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈ റീറ്റന്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളവിടെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യണം? മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യണം. അതിനാണ് നമ്മളവിടെ ഹൈ റീറ്റന്റീവ്നെസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അല്ലെ? അതായത് നമ്മൾ പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ. അപ്പൊ ഇവിടെ ആൻസർ എന്താ? പെർമനന്റ് മാഗ്നറ്റ്. വിച്ച് ഈസ് ദി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാ? വാട്ടർ ആണ്. കാരണം ദാറ്റ് ഈസ് വീക്ക്ലി റിപ്പൽ ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ വാട്ടർ ആണ്. ഇതിലിപ്പം എയറും പ്ലാറ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എയറും പ്ലാറ്റിനൊക്കെ എന്താ പാരാമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നുണ്ടാവുക. എയറും പ്ലാറ്റിനൊക്കെ പാരാമാഗ്നറ്റിക് ആണ്. അതേപോലെ സ്റ്റീൽ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്റ്റീൽ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ക്യാൻസൽ ചെയ്താണ്, അത് അവിടെ നിൽക്കട്ടെ. 20ാമത്തെ ക്വസ്റ്റ്യൻ. 1 വെബർ പെർ സെക്കൻഡ് ഈസ് കോൾഡ്? 1 വെബർ പെർ സെക്കൻഡ്. 1 വെബർ പെർ സെക്കൻഡ് പറയുമ്പോൾ ഇതെന്താ? ഈസ് എന്തിമ്പോട്ടെ N/d⁵/dt അല്ലേ? ഈസ് പ്രൊപ്പോർഷണൽ ടു d⁵/dt അല്ലെ? വെബർ പെർ സെക്കൻഡ്. 1 വെബർ പെർ സെക്കൻഡ് പറയുമ്പോൾ 1 വോൾട്ട് അല്ലെ? ഇൻഡ്യൂസ്ഡ് EMF-ന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ 1 വോൾട്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് വരാം. 1 വെബർ പെർ സെക്കൻഡ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, 21. The magnetizing force required to wipe off the residual magnetism is known as? അതായത് റെസിഡുവൽ മാഗ്നറ്റിസത്തിനെ വൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റിയ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ കോഴ്സീവ് ഫോഴ്സ് അല്ലെ? ഓപ്ഷൻ സി ആണ്. ഡയറക്റ്റ് ഡെഫിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ഡെഫിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് കോഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മളെ റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ് അത് കോഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ടു റിഡ്യൂസ് ദി റെസിഡുവൽ മാഗ്നറ്റിസം ടു 0.
An example of നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ലോഡ് സ്റ്റോൺ അല്ലെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇതിലിപ്പം അൽനിക്കോ പറഞ്ഞിട്ടുണ്ട്, അൽനിക്കോ എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഈ അൽനിക്കോ എന്ന് പറയുന്നത് എന്താ, ഒരു ആർട്ടിഫിഷ്യൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഓക്കെ, അൽനിക്കോ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി is directly proportional to the eddy current? വിച്ച് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി is directly proportional to the eddy current? നമ്മൾ എഡി കറന്റിന്റെ കേസിൽ നമ്മളവിടെ പറയുമ്പോൾ ഇക്വേഷൻ പറയാം, അപ്പൊ അവിടെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. എഡി കറന്റ് ഓക്കെ. ഓക്കെ, ഇത് 23. കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എഡി കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ സ്വാഭാവികമായിട്ട് എന്താ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂടും, സ്വാഭാവികമായിട്ടും എഡി കറന്റ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി ആണ് വരുന്നുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. 24, ഹൗ ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ക്യാൻ ബി ഡിക്രീസ്ഡ്. കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരീസിൽ എന്തെങ്കിലും എ ബൈ ഡി ആണ്. അപ്പോ ഡി ഡി എന്താണ് കൂട്ടണം, അതായത് ഡിസ്റ്റൻസ് എന്താ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കൂട്ടണം അല്ലെ. അപ്പോ എ ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ദി സെയിം പൊളാരിറ്റി ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ? എന്താ, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അല്ലേ. നമുക്ക് അവിടെ ചാർജിങ് ഡേസിലും ഡിസ്ചാർജിങ് ഡേസിലും അവിടെ കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടാവും. പക്ഷെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ത് ചെയ്യാ, സെയിം തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഓക്കെ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് സസെപ്റ്റൻസ്? സസെപ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ, മോ ആണല്ലേ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ത്രീ ഫേസ് റിയാക്റ്റീവ് പവറിന്റെ ഫോർമുല √3 VL/L cos φ അല്ലേ. ഓക്കെ, ഇതിലിപ്പോ തീറ്റയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. സോറി, റിയാക്റ്റീവ് പവർ ആണ്. ഓക്കെ, സോറി, റിയാക്റ്റീവ് പവർ തെറ്റിക്കല്ലേ, എന്നെ പോലെ തെറ്റിക്കല്ലേ. ഓക്കെ, റിയാക്റ്റീവ് പവർ ആണ് ചോദിച്ചത്. അപ്പൊ √3 VL/L sin φ. ആക്റ്റീവ് പവർ ആണെന്നുണ്ടെങ്കിലാണ് √3 VL/L cos φ. ഓക്കെ, തെറ്റിക്കല്ലേ, ഇങ്ങനെ തന്നെ നിങ്ങളെ തെറ്റിക്കാൻ ഭയങ്കര സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമുക്ക് എന്താ കൂടുതൽ അറിയാം എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റും. ഇപ്പൊ ഇവിടെ റിയാക്റ്റീവ് പവർ ആയതുകൊണ്ട് √3 VL/L cos φ, സോറി സൈൻ ഫൈ. ഓക്കെ, √3 VL/L sin φ. ആക്റ്റീവ് പവർ ആകുമ്പോൾ √3 VL/L cos φ. റിയാക്റ്റീവ് പവർ ആകുമ്പോൾ √3 VL/L sin φ. അടുത്ത ക്വസ്റ്റ്യൻ 28, വാട്ട് ഇസ് ദ മെയിൻ കോസ് ഫോർ ബിലോ 0.5 ലാഗിംഗ് പവർ ഫാക്ടർ ഇൻ ത്രീ ഫേസ് സിസ്റ്റം? അവിടെ ഇൻഡക്റ്റീവ് ലോഡിലുണ്ടല്ലേ, റിയാക്റ്റീവ് പവർ ഡ്യൂ ടു മോർ ഇൻഡക്റ്റീവ് ലോഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 29, എ ത്രീ ഫേസ് 4x230/450 watt system is supplying a lamp load at 230 watt. If a three phase motor is now switched on across the same supply, then എന്താ സംഭവിക്കുക? So at ന്യൂട്രൽ കറന്റ് എന്ത് റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ലെ. ഓക്കെ, ഫോർ പ്ലേറ്റ് എർത്തിങ് ദ പ്ലേറ്റ് ഇലക്ട്രോഡ് thickness when made of GI or steel should not be less than എത്ര വരിക? അതൊക്കെ നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മളോട് പഠിക്കുക. എത്ര 6.3 mm ആണ് വരുന്നുണ്ടാവുക. അക്കോർഡിംഗ് ടു IA റൂൾ ദ ലീക്കേജ് കറന്റ് ഇൻ ഇൻസ്റ്റാളേഷൻ ഷുഡ് നോട്ട് എക്സീഡ് എത്ര വരിക? 1/5000 അല്ലേ വരിക? 1/5000 part of the maximum current supplied to the installation. The size of the earth continuity conductor in a circuit should be based upon
സൈസ് ഓഫ് ദി ലാർജസ്റ്റ് സർവീസ് കണ്ടക്ടർ അല്ലേ? ഓപ്ഷൻ ബി. അതായത് എർത്ത് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ വിത്ത് അതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ റെഫറൻസ് ടു ദി എന്താ സൈസ് ഓഫ് ദി ലാർജസ്റ്റ് സർവീസ് കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ ഫോൾട്ട് കറണ്ട് സേഫ് ആയിട്ട് എന്താ അതിന് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സൈസ് ഓഫ് ദി ലാർജസ്റ്റ് സർവീസ് കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ സേഫ് ആയിട്ട് കറണ്ട് ക്യാരി ഫോൾട്ട് കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 33. In surface conduit wiring, saddle should be fitted at intervals of not more than എത്ര മീറ്റർ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് എത്ര 1 മീറ്റർ ആണല്ലേ സാഡിൽസ് മാക്സിമം ഇന്റർവൽ ഫോർ സാഡിൽസ് എന്താ സർഫേസ് കണ്ടുവിട്ട് വയറിംഗ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ് ഉണ്ടാവുക. ബാറ്റൺ വയറിംഗിന്റെ തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. അക്കോർഡിംഗ് ടു ഐ റൂൾ ദ മെഷേർഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് 1 മെഗാ ഓം അല്ലേ? ഓപ്ഷൻ സി 1 മെഗാ ഓം ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മെഗാ ഓം. 8 carbon zinc cells in series have an output of, അതായത് നമ്മൾ ഒരു കാർബൺ സിങ്ക് സെൽ എന്ന് പറയുമ്പോൾ 1.5 വോൾട്ട് ആണ്. അപ്പം 8 ഉണ്ടെന്നുണ്ടെങ്കിൽ 12 അല്ലെ, 12 വോൾട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ലിഥിയം സെല്ല്? 1.2 ആണ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയാറുള്ളത് അല്ലെ. ഇതവിടെ നിൽക്കട്ടെ, ഇത് ക്യാൻസൽ ആക്കി. 1.2 വോൾട്ട് ആണ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. വിച്ച് സെൽ ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ്? ഡിജിറ്റൽ വാച്ചസിൽ യൂസ് ചെയ്യുന്ന ഏതാ? മെർക്കുറി സെൽ അല്ലേ? ഡിജിറ്റൽ വാച്ചസിൽ നമ്മൾ മെർക്കുറി സെല്ലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. മെർക്കുറി ബട്ടൺ സെൽസ് അല്ലെ, കാരണം വെച്ചാൽ അതിന്റെ സൈസ് തന്നെ പ്രധാനപ്പെട്ട കാരണം, ചെറിയ സൈസ് ആണ്. അതേപോലെ സ്റ്റേബിൾ വോൾട്ടേജ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. കാർബൺ സിങ്ക് സെല്ലൊക്കെ എവിടെ യൂസ് ചെയ്യുന്നത്? കാർബൺ സിങ്ക് സെല്ല് ബൾക്കി ആണ്, അതേപോലെ ലെസ് സ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. പിന്നെ ആൽക്കലൈൻ സെൽ എന്താ കോമൺ ആണ്, പക്ഷെ അത് നമ്മളത് വാച്ചസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 39. വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിന്റെ കേസിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ബക്ലിംഗ് ഡിഫക്ട് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി? ബക്ലിംഗ് നമ്മൾ ഇതേപോലത്തെ ബക്ലിംഗിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ബക്ലിംഗ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് ബക്ലിംഗ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ്, ബെൻഡിങ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഓഫ് ദി ബാറ്ററി പ്ലേറ്റ്സ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് നമ്മളെന്താ ബക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം എന്താ? ഓവർ ചാർജിങ് ആണ് കാരണം. 41. ദ ഡി സി ജനറേറ്റർ വർക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡി സി ജനറേറ്റർ ഫാരഡേസ് ലോ. വിച്ച് ടൈപ്പ് ഓഫ് ഡി സി മെഷീൻ holds residual magnetism necessary? ഓക്കെ. റെസിഡുവൽ മാഗ്നറ്റിസത്തിന്റെ കേസിൽ നമ്മളോട് സെൽഫ് എക്സൈറ്റഡ് ഡി സി ഷണ്ട് ജനറേറ്ററിന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് ബിൽഡപ്പിന്റെ കേസിൽ പറയുന്ന റെസിഡുവൽ മാഗ്നറ്റിസം നമുക്കവിടെ നെസസറി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവുക അല്ലെ. ഇതിലിപ്പം ഇതവിടെ നിൽക്കട്ടെ, നമ്മൾ അവിടെ നിൽക്കട്ടെ. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടോർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് കമ്മ്യൂട്ടേറ്റേഴ്സ്? ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ദ ലോവസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് ദി മോട്ടോർ? ഷേഡഡ് പോൾ മോട്ടോർ എന്നല്ലേ. ദ ഹൈഡ്രോളിറ്റിക് പവർ സ്റ്റേഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ എവിടെയാ? ഹില്ലി ഏരിയാസിൽ നമുക്കത് എന്താ പറയണ്ടേ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ദ ഫുൾ ഫോം ഓഫ് XLPE കേബിൾ? ക്രോസ് ലിങ്ക്ഡ് പോളിയത്തിലിൻ കേബിൾ അല്ലെ. ഓക്കെ, ഇത് തെറ്റിക്കല്ലേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
നമ്മൾ ഇത് XLP-ന്റെ ഫുൾ ഫോം ഒക്കെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്ത 5 പേപ്പേഴ്സിലും 3 ചോദിച്ചിട്ടുണ്ട്. വേവ് വൈൻഡിങ് ഹാസ് ഡാഷ് പാരൽ പാത്ത്. എത്ര? ലാപ്പ് ആണെങ്കിൽ പി ആയിരിക്കും, വേവ് ആണെങ്കിലോ 2 ആയിരിക്കും ഉണ്ടാവും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. ഇതൊക്കെ എപ്പോഴും എനിക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. 48. In permanent capacitor motor, the direction is reversed by interchanging the permanent capacitor മോട്ടറിന്റെ കേസിൽ ഓക്സിലറി വൈൻഡിങ് ടെർമിനൽസ് ഇന്റർചേഞ്ച് ചെയ്യാം അല്ലെ. ഇനി സ്റ്റേ വയറിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? എഗ് ടൈപ്പ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. നമ്മൾ ഷാക്കിൾ അല്ലെങ്കിൽ സസ്പെൻഷൻ ഒക്കെ നമ്മളവിടെ എന്താ പറയണ്ടേ, എൻഡ് ഒരു ഡെഡ് എൻഡിലൊക്കെ ആകുമ്പോൾ ഏതാ യൂസ് ചെയ്യുക? അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അതേപോലെ പിൻ ടൈപ്പ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക, ഷാക്കിൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക, സസ്പെൻഷൻ എവിടെ യൂസ് ചെയ്യാന്നില്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി അടുത്ത 50. സർജ് ടാങ്ക് ഈസ് യൂസ്ഡ് ഇൻ ടു ഫംഗ്ഷൻ ഓഫ്. സർജ് ടാങ്ക് എന്തിനാ? നമ്മൾ സ്വാഭാവികമായിട്ടും പഠിച്ചിട്ടുണ്ടാവും. എന്താ, നമ്മൾ പെൻ സ്റ്റോക്കിലുള്ള എന്താ വാട്ടർ ഹാമറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ സർജ് ടാങ്ക് അവിടെ ഉണ്ടാവുക അല്ലെ. അവോയ്ഡ് ദി വാട്ടർ ഹാമറിങ് ഇൻ പെൻ സ്റ്റോക്ക്. 51. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ. 52. ഇൻ നോർമൽ കേസ് ദ ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ. സീരീസ് വിത്ത് ദി ആർമേച്ചർ അല്ലേ. ഓപ്ഷൻ എല്ലാം ഡിലീറ്റ് ആക്കി പോകും കേട്ടോ. ഓക്കെ. അപ്പോ സീരീസ് വിത്ത് ദി ആർമേച്ചർ ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് കപ്പാസിറ്ററിന്റെ കേസിലുള്ള ഇതവിടെ ക്യാൻസൽ ആക്കിയാൽ തോന്നുന്നു. ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ. ട്രാൻസ്ഫോമേഴ്സ് നിങ്ങൾ ആൾക്കാരെന്നുണ്ടാവും. നമ്മൾ ആൾക്കാരെന്നുണ്ടാവും KWL ആണോ KVL ആണോ? നമ്മള് ബാക്കിയുള്ള മെഷീൻസ് ഒക്കെ KWL പറയുമ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും എന്താ KVA ആണ് പറയുന്നുണ്ടാവും അല്ലെ. ട്രാൻസ്ഫോമേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ KVA. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 55. ഇൻ ന്യൂക്ലിയർ പവർ സെക്ഷൻ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ. ഗ്രാഫൈറ്റ് എന്താ, നമ്മളവിടെ മോഡറേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഗ്രാഫൈറ്റ് സ്ലോസ് ഡൗൺ ദി ഫാസ്റ്റ് ന്യൂട്രോൺസ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ മോഡറേറ്റർ ഇൻ സം ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അപ്പോൾ ഗ്രാഫൈറ്റ് മോഡറേറ്റർ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഫ്യൂൽ ആയിട്ട് നമ്മളവിടെ എന്താ യൂസ് ചെയ്യുന്നത്? യുറേനിയം ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫ്യൂൽ ആയിട്ട് നമ്മളവിടെ യുറേനിയം യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്ലൂട്ടോൺ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ കൂളന്റ് എന്താ, അത് ഹീറ്റ് റിമൂവലിന്റെ ബേസ് ആയിട്ടാണ് അല്ലെ. കൂളന്റ് ആയിട്ട് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? കമന്റ് ചെയ്യാം. ഇലക്ട്രോഡായിട്ട് ഏത് എലമെന്റ് യൂസ് ചെയ്യുന്ന എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ. 56. ഇൻ ആർമേച്ചർ കോർ ലാമിനേഷൻ ഇസ് ടു റെഡ്യൂസ്. എന്തിനാ? എഡ്ഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ടു ട്രാൻസ്ഫോമേഴ്സ് ഓപ്പറേറ്റഡ് ഇൻ പാരലൽ വിൽ ഷെയർ ദി ലോഡ് ഡിപെൻഡിങ് അപ്പോൺ ദിയർ. ട്രാൻസ്ഫോമറിന്റെ പാരലൽ ഓപ്പറേഷൻ വിൽ ഡിപെൻഡ് അപ്പോൺ ദി പെർ യൂണിറ്റ് ഇംപെഡൻസ് അല്ലെ. ഓക്കെ. 59 നോക്കുക. ഫോർ ലോഡ് ഡിസ്ചാർജ് ഇൻ ഹൈ ഹെഡ് വാട്ടർ ടർബൈൻ യൂസിങ് ഇൻ. അതായത് ലോഡ് ഡിസ്ചാർജും ഹൈ ഹെഡും ആണെന്നുണ്ടെങ്കിൽ, ലോഡ് ഡിസ്ചാർജ് ഹൈ ഹെഡ്, അപ്പൊ നിങ്ങൾ KFP എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. KFC അല്ല, KFP, കപ്ലാൻ ഫ്രാൻസിസ് പെൽട്ടൺ. അപ്പൊ ഇവിടെ ലോഡ് ഡിസ്ചാർജും ഹൈ ഹെഡും ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെൽട്ടൺ ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ലോഡ് ഡിസ്ചാർജ് ഹൈ ഹെഡ് പെൽട്ടൺ. ഓക്കെ, പെൽട്ടൺ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ലോഡ് ഡിസ്ചാർജ് ഹൈ ഹെഡ് പെൽട്ടൺ ടർബൈൻ. പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് suitable ഫോർ ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ് കണ്ടീഷൻ. ഓക്കെ. EMF ഇക്വേഷൻ എന്താ? E is nothing but n phase head period by 60 അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 60D. ഏഴൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. തെർമൽ ഓവർലോഡ് റിലീസ് പ്രൊവൈഡഡ് ഇൻ സ്റ്റാർട്ടർ ടു പ്രൊട്ടക്ട് ദി മോട്ടർ അഗേൻസ്റ്റ്. ഓവർലോഡ് റിലേ എക്സസ് അല്ലെ. ഓവർലോഡ് റിലേ എന്ന് പറയുമ്പോൾ എക്സസ് കറന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 62. സോളാർ സെൽ ആർ മേഡപ്പ് ഓഫ് സിലിക്കൺ അല്ലെ. സോളാർ സെൽ ഓഫ് മേഡപ്പ് ഓഫ് സിലിക്കൺ. കൊറോണ ഈസ് അക്കംപനീഡ് ബൈ വയലറ്റ് വിസിബിൾ ഡിസ്ചാർജ്,
ഹിസ്സിംഗ് സൗണ്ട്, വൈബ്രേഷൻ അല്ലെ, റേഡിയൻ ഡിഫറൻസ്. ഓൾ ഓഫ് ദി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓപ്ഷൻ ഡി. എനർജി കൺവേർഷൻ എന്താ വരുന്നത് സോളാർ സെല്ലിൽ? എനർജി കൺവേർഷൻ എന്താ വരുന്നത്? സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. വെൽഡിംഗ് പർപ്പസിന്റെ കേസിൽ ഏത് ഡി സി ജനറേറ്റർ യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഡി സി ജനറേറ്റർ അല്ല. ഓക്കെ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഷണ്ട് ജനറേറ്റർ എപ്പോഴും എന്താ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഷണ്ട് അല്ല, പിന്നെ സീരീസ് അല്ല, സീരീസ് അല്ലേ അല്ല അല്ലെ. അപ്പോൾ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റണ്ണിംഗ് സ്പീഡ് ഓഫ് എ ത്രീ ഫേസ് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ്? ഇറ്റ് ഈസ് ലെസ് ദാൻ ദി സിംഗിൾ സ്പീഡ് അല്ലേ വരിക? ഓക്കെ, ഓപ്ഷൻ ബി. ന്യൂക്ലിയർ റിയാക്ടർ യൂഷ്വലി ഫംഗ്ഷൻ. ന്യൂക്ലിയർ റിയാക്ടറിന്റെ കേസിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഫിഷൻ അല്ലേ. അതായത് ഓക്കെ, റിയാക്ടേഴ്സ് യൂഷ്വലി ഓപ്പറേറ്റ് ബൈ ദ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ഓഫ് ഫ്യൂവൽ അല്ലേ. ഓക്കെ, ഓപ്ഷൻ എ ഫിഷൻ ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. 68 വിച്ച് സപ്ലൈ സോഴ്സ് ചേഞ്ചസ് ദി പൊളാരിറ്റി കോൺസ്റ്റന്റ്ലി? ഏതാ? എ സി സപ്ലൈ. ദ കൗണ്ടർ ഇ എം എഫ് ഓപ്പോസ്. ദ കൗണ്ടർ ഇ എം എഫ് ഒപ്പോസ് അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു എനി കോഡ് ദ കളർ കോഡ് ഫോർ ദ ന്യൂട്രൽ. എന്താ ന്യൂട്രലിന് ഏതാ? ബ്ലാക്ക് അല്ലേ കൊടുക്കാം നമ്മള്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇൻ തെർമൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ദ പവർ ജനറേഷൻ വിച്ച് ടൈപ്പ് ഓഫ് ഫ്യൂൽ ഈസ് യൂസ്ഡ്? യുറാനിയം 235 അല്ലേ. ഓക്കെ, U235. ഓക്കെ, യുറാനിയം 235 ആണ് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ദ ഡയറക്റ്റ് കറന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഫംഗ്ഷൻ ഓഫ് ആർക്ക് ലാമ്പിന്റെ കേസിൽ അല്ലെ. ഓക്കെ, കാർബൺ ആർക്ക് ലാമ്പിന്റെ കേസിൽ നമ്മൾ എന്താ കോമൺലി എന്താ പറയുക, ഡി സി ആണ് സ്റ്റേബിൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്ചാർജ് ലാമ്പ്സ് ആണല്ലേ, എ സി സപ്ലൈ വെച്ചിട്ട്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് ട്രാക്ഷൻ വെച്ച് ടൈപ്പ് ഓഫ് മോട്ടോഴ്സ് ഈസ് യൂസ്ഡ്? ഇലക്ട്രിക് ട്രാക്ഷൻ നമ്മൾ ഡി സി സീരീസ് മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡ്യൂറിംഗ് ദി കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇൻ ഇൻസ്റ്റാളേഷൻ ഓഫ് ദി മെഗർ ഇൻഡിക്കേറ്റഡ് റീഡിംഗ് ഇൻ? മെഗറിന്റെ കേസിൽ നമ്മൾ എന്താ 0 മെഗാ ഓം ആണ് പറയുന്നത് അല്ലെ. ഡ്യൂറിംഗ് ദി കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇൻ ഇൻസ്റ്റാളേഷൻ ഓഫ് ദി മെഗർ ഇൻഡിക്കേറ്റഡ് റീഡിംഗ്, അതായത് മെഗർ റീഡിംഗ് ഡ്യൂറിംഗ് ദി കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് 1 മെഗാ, സീറോ മെഗാ ഓം ആണ് കേട്ടോ, 1 അല്ല, തെറ്റിക്കല്ല. 0 മെഗാ ഓം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, 0 മെഗാ ഓം, ഓപ്ഷൻ ബി. പിന്നെ അടുത്ത എന്താ? ബയോഗ്യാസിന്റെ കോമ്പോസിഷൻ എന്താ വരിക? ബയോഗ്യാസ് കൺസിസ്റ്റ് ഓഫ് മീഥേൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് സം ഇമ്പ്യൂരിറ്റീസ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ബൈ യൂസിംഗ് ദി ഡിവൈസ് എ സി പവർ ക്യാൻ കൺവേർട്ട് ടു ഡി സി പവർ. എ സി ടു ഡി സി, എ സി ടു ഡി സി. ഇറ്റ് ഇസ് ബട്ട് അവർ റെക്ടിഫയർ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അറ്റ് നോ ലോഡ് ദ സ്പീഡ് ഓഫ് എ ഡി സി സീരീസ് മോട്ടോർ ഈസ്? നോ ലോഡ് സീരീസ് ഡി സി സീരീസ് മോട്ടോർ അറ്റ് നോ ലോഡ് എന്താ സംഭവിക്കുക? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഡേഞ്ചറസ്ലി ഹൈ എന്ന രീതിയിൽ പറയാം. എൻ വി സി യൂസ് സ്റ്റാർട്ടർ ഈസ് ടു പ്രൊട്ടക്ട് ദി മോട്ടോർ അഗെയിൻസ്റ്റ് ലോ വോൾട്ടേജ് അല്ലേ. ഓക്കെ, the tidal power plant turbine usually employed in? Tidal. It is reversible type. ഇതിൽ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കാം പഴയ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ദ ബാക്ക് എം എഫ് ഓഫ് എ ഡി സി മോട്ടോർ ഡിപ്പെൻസ് അപ്പോൺ? ബാക്ക് എം എഫ് ഡി സി മോട്ടോർ ഡിപ്പെൻസ് അപ്പോൺ ദി ഫീൽഡ് ഫ്ലക്സ് അല്ലെ. N5 ZPD 60. The closeness of the measured value of a quantity by an instrument to its true value is known as? To its true value, accuracy. The basic movement in a permanent magnet moving coil instrument is called? BMMC കേസിൽ എന്താ? ഡി ആർസൺ മൂവ്മെന്റ് അല്ലേ. ഓക്കെ, അടുത്ത് നമുക്കറിയാം എന്താ, കൺസിഡർ കോയിൽ ഹാവിംഗ് ആൻ ഏരിയ എ
അത് നമ്പർ ഓഫ് ടേൺസ് n ആണ്. സ്പേസ് ബിറ്റ്വീൻ ദ പോൾ പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് ആകുമ്പോൾ ടി ഡി ഇസ് നത്തിങ് ബട്ട് ബീനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, എൻ ബി എ അല്ലെങ്കിൽ ബീന. ഇതിനടുത്ത് കോൺസ്റ്റന്റ് യൂണിഫോം ഡീവിയേഷൻ ഓഫ് ഓപ്പറേഷൻ ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് ഡ്യൂ ടു ഇൻസ്ട്രുമെന്റ് ഇറ്റ്സെൽഫ്. ഇത് ഏതിൽ വരുന്നതാ? സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്നല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 85 ദ ഓപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് ബ്രിങ്സ് ദി പോയിന്റർ ഇൻ എൻ indicating instrument to its final deflected position by avoiding the oscillations. ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷനിലേക്ക് എത്തണം ബൈ അവോയ്ഡിങ് ദ ഓസിലേഷൻ. കൺട്രോളിംഗ് ടോർക്കാണോ അതേപോലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണോ അല്ല ഡാമിംഗ് ടോർക്കാണോ? ഫൈനൽ പൊസിഷനിലായിരിക്കണം എത്തണം, ഓസിലേഷൻസ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഡാമിംഗ് ടോർക്ക് അല്ലെ. ഇപ്പൊ ടി ഡി ഈക്വൽ ടു, സോറി, അതെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ടി ഡി ഈക്വൽ ടു ടി സി. ഓക്കെ, ഡാമിംഗ് ടോർക്കാണ് എന്ത് ചെയ്യുക? ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്നത് ബൈ അവോയ്ഡിങ് ദ ഓസിലേഷൻസ്. ട്രാൻസ്ഫോർമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു എന്താ വോൾട്ടേജും അതേപോലെ കറണ്ടും വരും അല്ലെ. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബോത്ത് 1 and 2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോറി, 1 and 2 ആണ്. ഓക്കെ, ബി അല്ല, ഓപ്ഷൻ എ. ബോത്ത് 1 and 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 87. An ideal transformer has 900 turns and 90 turns its primary and secondary windings respectively. വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ് അല്ലെ. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആയതുകൊണ്ട് ഓപ്ഷൻ എയും ഡിയും നമുക്ക് അന്നേരം തന്നെ ഒഴിവാക്കാം. പിന്നെ ടേൺസ് റേഷ്യോ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്ര? സെക്കൻഡറി ബൈ പ്രൈമറി എന്ന് പറയുമ്പോൾ 90/900 ആണ്. ഇറ്റ് ഇസ് ബട്ട് 0.1. അപ്പൊ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 220 into 0.1, അപ്പൊ 22 വോൾട്ട്. 22 വോൾട്ട് 50 ഹെർട്സ് AC. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. When connecting two or more transformers in parallel, the dead short circuit will be produced in the secondary if wrong polarity connection അല്ല. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. 89. The core of a transformer is laminated to reduce the eddy current loss. എനിക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ to reduce the eddy current loss. The primary and secondary voltage of an auto transformers are 600 and 300 volts respectively. സെക്കൻഡറി കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ പ്രൈമറി കറണ്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, നിങ്ങളൊന്ന് എന്താ പറയണ്ടേ, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ടേൺസ് റേഷ്യോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാണ്ട് പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലാതെ നമുക്ക് അവിടെ ചെയ്യാം. എത്ര? 600 ഡിവൈഡഡ് ബൈ 300 ഇസ് ഈക്വൽ ടു 90 ബൈ ഐ പി എത്ര വരും? 90/2 45 ആമ്പർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഫോർവേഡ് ബയസ്ഡ് സിലിക്കൺ ഡയോഡ് വിൽ സ്റ്റാർട്ട് ടു കണ്ടക്ട് വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് ഇറ്റ്സ് റീച്ചസ് 0.7 വോൾട്ട് അല്ലേ. ഓക്കെ, ഡയറക്റ്റ് വാല്യൂ ആണ്. If a source of light emits light equally in all direction, then the illuminance at any point on a plane perpendicular to the line joining the point and the source is. ഇത് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയറിലോ അല്ലെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഓപ്ഷൻ ബി. The type of lamp in which the gas or vapor is made luminous by the electric discharge through them. അല്ലെ, ഇതെന്താ നമ്മളെ ഡിസ്ചാർജ് ലാമ്പ്. ഫസ്റ്റ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഫോർ എ ബൈപോളാർ BJT, ആൽഫ is equal to 99, ബീറ്റ is equal to, ആൽഫ is equal to 0.99. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ β/1 + ബീറ്റ ആണെന്നും, ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ β/1 + ബീറ്റ ആണെന്നും, ബീറ്റ എന്ന് പറഞ്ഞാൽ α/1 - ആൽഫ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ 0.99/1 - 0.99. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.99/1
0.01. ഇപ്പൊ 99 എന്ന് പറഞ്ഞു കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. The reverse breakdown of a PN diode under the reverse bias due to the increasing kinetic energy of a free electron is called. Direct definition എന്താ? It is nothing but our avalanche breakdown. The majority charge carriers in P-type semiconductors. Majority charge carriers എന്താ P-type കേസിൽ ഇത് ഹോൾസ് ആണല്ലേ. P-type semiconductors കേസിൽ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. ഓക്കെ. 97. When a group 5 element such as arsenic is added to the pure silicon, it results in the type semiconductor referred to as. ഗ്രൂപ്പ് 5 എലമെന്റ് പ്യുവർ സിലിക്കണിലേക്ക് ആഡ് ആക്കി കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിൽ ചെറിയൊരു പ്രശ്നമില്ലേ? ഡോണർ ടൈപ്പ് ആണോ? ഡോണർ ടൈപ്പ് അല്ലേ വരിക? ഡോണർ ടൈപ്പ് അല്ലേ വരിക? അതവിടെ നിൽക്കട്ടെ. 98. The type of diode that exhibits a negative resistance under low forward bias condition. Direct definition. എന്താ? ടണൽ ഡയോഡ് അല്ലേ? ടണൽ ഡയോഡ് അല്ലേ വരിക? Okay. When compared to the full wave rectifier, a half wave rectifier is characterized by നമുക്ക് എന്താ പറയുക, എക്സസീവ് റിപ്പിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ. ലോവർ റിപ്പിൾ അല്ല, എക്സസീവ് റിപ്പിൾ ആണ്. പിന്നെ ലോ എഫിഷ്യൻസി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ, സ്മോൾ വാല്യൂ ഓഫ് എഫിഷ്യൻസി. പിന്നെ ടി എഫ് ലോ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും, സ്മോൾ വാല്യൂ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. പിന്നെ ഡി സി സാച്ചുറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ കോർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബി ജെ ടി ഓപ്പറേറ്റ് ഇൻ ദ ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡും ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡും ആണ്. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ് അല്ലെ. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ ഇത്രയാണ് 100 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമന്റ് ചെയ്താൽ മതി. എനിവേ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.